Hello everyone. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ കറി ആയാലോ എന്നാണ്. ചക്കക്കുരു പച്ചമാങ്ങയും ഇട്ടിട്ടുള്ള ഒരു കറി. ചക്കക്കുരു എന്ന് കേൾക്കുമ്പം നമ്മളിൽ പലർക്കും അയ്യോ അത് ക്ലീൻ ചെയ്യണ്ടേ എന്നുള്ള ഒരു ആദ്യം അതാണ് നമ്മുടെ മനസ്സിൽ പോണത് അല്ലേ. എന്തൊരു ബുദ്ധിമുട്ടാണ് ആ ചക്കക്കുരു ക്ലീൻ ചെയ്യാൻ. പക്ഷെ ചക്കക്കുരു ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഫസ്റ്റ് ഇപ്പം പഴുത്ത ചക്കയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അതേസമയം അതൊന്ന് വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ വൈറ്റ് കളർ ഒരു സ്കിൻ ഉണ്ടല്ലോ ആ തൊലി എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. അല്ലാതെ ബ്രൗൺ കളർ ആ തൊലി നമുക്ക് മാറ്റിയേ വേണ്ട. അത് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ 2 പേരെ ഓർത്തു. ഈ 2 പേർക്കും ഒരേപോലെ ഈ കറി വളരെ ഇഷ്ടമുള്ളതാണ്. വിവേകിന്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛനും. നമുക്ക് ഈ നാടൻ ചക്കക്കുരു മാങ്ങാ കറി ഒന്ന് കണ്ടാലോ? അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങാ കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ചക്കക്കുരു 1 കപ്പ്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് നല്ല വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. ഒരു ചക്കക്കുരു ഒരു 3 എണ്ണമായിട്ട് വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടതാണ്. പിന്നെ വെള്ളരിക്ക 1 കപ്പ്. പിന്നെ പച്ചമാങ്ങ അത് ഞാനിപ്പം ഒരു ഫുൾ മാങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. കാരണം ഇത് വലിയ പുളി ഇല്ലാത്ത മാങ്ങയാണ്. നല്ല പുളി ഉള്ളതാണെങ്കിൽ ഒരു 1/2 മാങ്ങ മതിയാവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പുളിയുടെ ആവശ്യം അതിനനുസരിച്ചിട്ട് മാങ്ങ ഒന്നാണോ ചിലപ്പം ഒട്ടും പുളിയില്ലാത്ത പച്ചമാങ്ങയാണെങ്കിൽ 1.5 മാങ്ങയോളം വേണ്ടി വരും. പിന്നെ അരപ്പിനായിട്ട് വേണ്ടത് തേങ്ങ 1.5 കപ്പ്, ജീരകം 1 നുള്ള്, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കടുക് വറുക്കാനായിട്ട് ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി തന്നെ വേണം, എന്നാലേ ഉള്ളൂ ആ ടേസ്റ്റ് വരുന്നത്. ചെറിയ ഉള്ളി 1 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇത് ചക്കക്കുരു ഇത് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെള്ളരിക്കയും ചക്കക്കുരു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റായി നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ട്. വെള്ളരിക്കൊക്കെ വെന്തു, ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് പച്ചമാങ്ങ ഇടുക. കാരണം ആദ്യം നമ്മൾ പച്ചമാങ്ങ ഇടുകയാണെങ്കിൽ ചക്കക്കുരുവും വെള്ളരിക്കയും വേവാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ടാണ് കഷ്ണങ്ങളെല്ലാം വെന്തിട്ട് വേണം പച്ചമാങ്ങ ഇടാൻ. ഇനിയിപ്പോൾ വെള്ളം ഒന്ന് നോക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മാങ്ങയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം പച്ചമാങ്ങയൊക്കെ ഒന്ന് വെന്തു, കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയും ഇത് ഒഴിച്ചുകറിയാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളുടെ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി. തനി നാടൻ കറിയാണ്.
ഇത് നാടൻ രുചി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ശരിക്കും നമുക്ക് ചോറിന് നല്ലൊരു ഒഴിച്ചുകറിയാണ്.